الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها أما بعد ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബു തൗഹീദ് എന്ന ഗ്രന്ഥമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അവസാനമായി നാം എത്തിയത് ബാബു തഫ്സീരി തൗഹീദി വശഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ അതിന്റെ തഫ്സീർ, അതിന്റെ വിശദീകരണം എന്ന അധ്യായത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. ഈ അധ്യായത്തിന്റെ തൊട്ട് മുൻപിലുള്ള അധ്യായമായിരുന്നു ബാബു ദുആഇ ഇലാ ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കുള്ള ക്ഷണം, ദഅവത്ത്. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കുള്ള ദഅവത്തിന് അതിന്റെ തൊട്ടുടനെയായി ഈ അധ്യായം കൊണ്ടുവരാനുള്ള കാരണം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. തൗഹീദിലേക്കുള്ള പ്രബോധനം, തൗഹീദിലേക്കുള്ള ദഅവത്ത്, അത് കേവലം പൊതുവായി പറയേണ്ട കാര്യമല്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് എന്നത് അത് വ്യക്തമായി വിശദമായി പഠിപ്പിക്കപ്പെടേണ്ട, ജനങ്ങളെ ക്ഷണിക്കേണ്ട കാര്യമാണ്. ആ തൗഹീദിന്റെ ഇനങ്ങൾ, അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അതിന്റെ അർത്ഥവും അതിന്റെ ആശയവും അതിന്റെ റുക്നുകളും അതിന്റെ ശുറൂത്തുകളും, അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയെ തകർത്ത് കളയുന്ന കാര്യങ്ങൾ, ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹയുമായി തൗഹീദുമായി ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് വിശദമായി പഠിക്കേണ്ടതാണ്, പഠിപ്പിക്കപ്പെടേണ്ടതാണ് എന്നതുകൊണ്ടാണ് അതിന്റെ തൊട്ടുടനെയായി ബാബു തഫ്സീരി തൗഹീദ് എന്ന അധ്യായം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള നൽകിയിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തൗഹീദ് എന്താണ് എന്ന് വിശദീകരിച്ചു. അതുപോലെ തന്നെ ഷഹാദത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന അതിന്റെ 3 അർത്ഥതലങ്ങൾ അതും നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് അർത്ഥമാക്കുന്നത്, ഷഹാദത്തിന്റെ അർത്ഥം എന്താണ് എന്ന കാര്യവും നമ്മൾ വിശദീകരിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. മുസ്ലിമായ ഓരോ വ്യക്തിയും അവൻ അറിഞ്ഞിരിക്കൽ, പഠിച്ചിരിക്കൽ നിർബന്ധമായ ചില കാര്യങ്ങളുണ്ട്. ഈ കലിമത്തു തൗഹീദുമായി ബന്ധപ്പെട്ട ചില സുപ്രധാനമായ കാര്യങ്ങളാണ് നാം പറയാനിരിക്കുന്നത്. ഒന്നാമത്തേത് അയ്യഅലമ മഅനാഹ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം, അതിന്റെ ആശയം അറിയുക, പഠിക്കുക എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് അത് നമുക്ക് അറിയുന്നത് പോലെ അത് 4 വാക്കുകളായിട്ടാണ് നിലകൊള്ളുന്നത്. ഒന്നാമത്തേത് ലാ എന്നുള്ള വാക്കാണ്. ലാ എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് നമ്മൾ പറയും. അറബിയിൽ അതിനെ പറയാറുള്ളത് ഹർഫുൻ നഫി, നിഷേധത്തിന്റെ അക്ഷരമാണ്. അന്നാഫിയതു ലിൽ ജിൻസി, അഥവാ ഒരു ഇനത്തെ, ഒരു വർഗത്തെ മുഴുവനായും ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ലാ എന്നുള്ള അക്ഷരം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അറബിയിൽ ലാ എന്നുള്ള അക്ഷരത്തിന് പുറമെ മറ്റു ചില അക്ഷരങ്ങളുമുണ്ട്, നഫിയായിട്ട് ഉപയോഗിക്കുന്ന അക്ഷരങ്ങളുണ്ട്. മാ എന്ന അക്ഷരങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതിനേക്കാളെല്ലാം കൂടുതൽ അർത്ഥം ലഭിക്കുന്നത്, അർത്ഥവ്യാപ്തിയുള്ള ഒരു അക്ഷരമാണ് ലാ എന്ന് പറയുന്നത്. ലാ അന്നാഫിയതു ലിൽ ജിൻസ്. അപ്പോൾ ഒന്നാമത്തേത് ലാ എന്നാണ്. ഇലാഹ് എന്ന പദം, അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം കലിമത്തു തൗഹീദിലെ, കലിമത്തു ഷഹാദയിലെ ഇലാഹ് എന്ന പദം, അതിന്റെ അർത്ഥം തെറ്റായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം പറയുന്നതിൽ പല ആളുകൾക്കും അബദ്ധം സംഭവിച്ചത്. ഇലാഹ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നവൻ, അതല്ലെങ്കിൽ ഉടമസ്ഥൻ, അങ്ങനെ കഴിവുള്ളവൻ, നിയന്ത്രിക്കുന്നവൻ എന്നൊക്കെ പല ആളുകളും അർത്ഥം നൽകിയതായി കാണാം. അവരങ്ങനെ അർത്ഥം നൽകാനുള്ള കാരണം എന്താണ്? ഇലാഹ് എന്ന പദത്തിനെ അവർ തെറ്റായി മനസ്സിലാക്കിയത് കൊണ്ടാണ്. അപ്പോൾ ഇലാഹ് എന്നതിന്റെ അർത്ഥം എന്താണ്? ലാ ഇലാഹ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചില ആളുകൾ അവർ ഇലാഹിന് അർത്ഥം പറഞ്ഞിരിക്കുന്നത് അൽ ഖാദിറു അലൽ ഇഖ്തിറാ, സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ, ഇതാണ് ഇലാഹിന്റെ അർത്ഥം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനായി മറ്റാരുമില്ല എന്നതാണ് അതിന്റെ അർത്ഥമെന്ന് ചില ആളുകൾ പറഞ്ഞതായി കാണാം. അതൊരിക്കലും ശരിയല്ല. കാരണം ഇലാഹ് എന്ന വാക്കിന്റെ അർത്ഥം അതെന്താണ് എന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നതാണ്. അപ്പോൾ ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല. ഇലാഹ് എന്നുള്ളത് അലഹ എന്ന് അറബിയിൽ പറഞ്ഞാൽ അബദ എന്നാണ് അർത്ഥം. അബദ, ഇബാദത്ത് ചെയ്തു. അപ്പോൾ അലഹ യഅലഹു, അബദ യഅബുദു, ഇബാദത്ത് ചെയ്തു എന്ന വാക്കിൽ നിന്നാണ് ഇലാഹ് എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇലാഹ് എന്നുള്ളത്
അത് മഅലൂഹ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ഏതുപോലെയാണ്? നമ്മൾ കിതാബ് എന്ന് പറയും. കിതാബ് എന്ന് പറഞ്ഞാൽ, കതബ എന്ന് പറഞ്ഞാൽ എഴുതി എന്നാണ്. ആ എഴുതപ്പെട്ട സാധനം, അതിനെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? കിതാബ് എന്ന് പറയുക. അപ്പോൾ കിതാബ് എന്നുള്ളത് മക്തൂബ് എന്ന അർത്ഥത്തിലാണ്, എഴുതപ്പെട്ടത്. അതുപോലെയാണ് ഫിറാഷുൻ. ഫിറാഷ് എന്ന് പറഞ്ഞാൽ വിരിപ്പാണ്. പക്ഷെ വിരിക്കപ്പെട്ടതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിരിപ്പ് എന്ന് പറയുന്നത്. അതുപോലെയാണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ മഅലൂഹ്, ആരാധിക്കപ്പെടുന്നവൻ. അപ്പോൾ ഇലാഹിന്റെ അർത്ഥം മഅബൂദുൻ. ഇലാഹുൻ ബിമഅന മഅലൂഹ് അഥവാ മഅബൂദ് എന്ന അർത്ഥമാണ്. അപ്പോൾ ഇലാഹിന്റെ ശരിയായ അർത്ഥം ആരാധ്യൻ എന്നാണ്. അതല്ലാതെ ഖാലിഖ് എന്നോ റാസിഖ് എന്നോ അൽ ഖാദിറു അലൽ ഇഖ്തിറാ എന്നോ ഈ അർത്ഥമൊന്നും ഇലാഹ് എന്ന വാക്കിന് ഉണ്ടാവുകയില്ല. അപ്പോൾ ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നവൻ എന്നാണ്. അയാൾ എന്തിനെയാണോ ആരാധിക്കുന്നത് അത് അയാളുടെ ഇലാഹാണ്. അതിന് ഇലാഹിന് നമുക്ക് ഭാഷാപരമായി അതിനെ വിളിക്കാം. ആ ഇലാഹ് ചിലപ്പോൾ ഹക്കായിരിക്കാം. അവൻ ആരാധിക്കുന്ന ഇലാഹ് അത് ന്യായപ്രകാരം ആരാധിക്കപ്പെടുന്നവനായിരിക്കാം. ആ ഹക്കായ ഇലാഹ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഇനി ഇലാഹുൻ ബാത്തിലുണ്ട്, നിരർത്ഥകമായ ഇലാഹുകളുണ്ട്, ന്യായപ്രകാരമല്ലാതെ ആരാധിക്കപ്പെടുന്നവരുണ്ട്. അതിനെയും ഭാഷാപരമായി എന്ത് പറയും? ഇലാഹ് എന്ന് പറയും. അപ്പോൾ ഒരാൾ കല്ലിനെ ആരാധിക്കുകയാണെങ്കിൽ അവൻ ആരാധിച്ച ആ വസ്തുവിനെ ഇലാഹ് എന്ന് നമുക്ക് ഭാഷാപരമായി പറയാം. അത് ചിലപ്പോൾ ഹക്കായ ഇലാഹായിരിക്കാം, അതല്ലെങ്കിൽ ബാത്തിലായ ഇലാഹായിരിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ തിരിച്ചറിയേണ്ട അടുത്തൊരു പാഠമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനസ്സിലാക്കുമ്പോൾ അതിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ലാ എന്നുള്ളത് അത് ഹർഫു നഫിയാണ്, നിഷേധിക്കാനുള്ള അക്ഷരമാണ്. അതിനുശേഷം ഇല്ലല്ലാഹ്, ഇല്ലയുടെ അർത്ഥം എന്താണ്? ഒഴികെ എന്നാണ്. അപ്പോൾ ആദ്യം മുഴുവനായും നിഷേധിക്കുകയാണ്, എന്നിട്ട് അതിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. ആരൊഴികെ? അള്ളാഹു ഒഴികെ. അപ്പോൾ ആരാധിക്കപ്പെടാൻ അർഹനായി അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ അർത്ഥം പറയാറുള്ളത്. അത് ആ മാത്രം എന്നുള്ള അർത്ഥം എങ്ങനെയാണ് ലഭിച്ചത്? അത് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ആദ്യം ഒരു കാര്യത്തെ നിഷേധിക്കും, എന്നിട്ട് അതിൽ നിന്ന് ഒന്നിനെ മാറ്റി നിർത്തിയാൽ അത് അറബി ഭാഷയുടെ നിയമപ്രകാരം അവിടെ മാത്രം എന്നുള്ള അർത്ഥം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇബാദത്തിന്റെ എല്ലാ ഇനങ്ങളും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം സ്ഥിരപ്പെടുത്തുക. അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ല എന്ന ഒരു ശൈലിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന അർത്ഥം. ഇനി അടുത്തതായി ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അടുത്തൊരു കാര്യമാണ്. നമ്മൾ പറഞ്ഞു ലാ ഇലാഹ എന്നുള്ളതിൽ ആ ലാമ് ലാ അന്നാഫിയതു ലിൽ ജിൻസ്, ഒരു ഇനത്തെ, ഒരു വർഗത്തെ മുഴുവൻ നിഷേധിക്കാൻ ഉപയോഗിക്കുന്ന ലാമാണ്. ഇത് അറബി പഠിച്ചവർക്കറിയാം. നമ്മൾ അറബിയിൽ ഇന്ന പഠിക്കാറുണ്ട്, ഇന്ന വ അഖവാതുഹ. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇന്നല്ലാഹ ഗഫൂറുൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. ഇവിടെ ഇന്ന എന്നുള്ളതിന്റെ ഇസ്മാണെന്ത്? അള്ളാഹ് എന്നുള്ളത്. ഇന്നയുടെ ഖബറാണ് ഗഫൂർ എന്നുള്ളത്. അതുപോലെ ഇന്നയുടെ ഇസ്മിന് നമ്മൾ നസ്ബാണ് കൊടുക്കുക, ഫതഹാണ് കൊടുക്കുക. ഇന്നയുടെ ഖബറിന് അതിന് റഫ്ആണ് കൊടുക്കുക, വമ്മാണ് അതിന്റെ അടയാളം. അപ്പൊ ഇന്നല്ലാഹ ഗഫൂറുൻ. അതുപോലെയാണ് ലാ അന്നാഫിയതു ലിൽ ജിൻസ്, ഇന്നയുടെ അതേ അമൽ ഇവിടെയും ചെയ്യുന്നതാണ്. അപ്പോൾ ലാ ഇലാഹ ലാ അന്നാഫിയതു ലിൽ ജിൻസ് അതിന്റെ ഇസ്മാണെന്ത്? ഇലാഹ എന്നുള്ളത്. അപ്പോൾ ഇന്നല്ലാഹ എന്ന് നമ്മൾ നസ്ബ് കൊടുത്ത് വായിച്ചതുപോലെ ലാ ഇലാഹ. എന്നാൽ ഇവിടെ ആ ലാമിന്റെ ഖബർ എവിടെയാണ്? അത് അവിടെ പറയപ്പെട്ടിട്ടില്ല, അത് കളയപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അത് എന്താണ് എന്ന വിഷയത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ലാ ഇലാഹ അവരുടെ ഖബർ കളയപ്പെട്ടിരിക്കുകയാണ്, അത് പറഞ്ഞിട്ടില്ല. ചില ആളുകൾ എന്ത് പറഞ്ഞു? അള്ളാഹു എന്നുള്ളതാണ് ഖബർ എന്ന് ചില ആളുകൾ അഭിപ്രായപ്പെട്ടതായി കാണാം. പക്ഷേ അത് ശരിയല്ല. കാരണം ലാ അന്നാഫിയതു ലിൽ ജിൻസ് അതിന്റെ ഖബർ അത് നക്കിറയായിരിക്കും, നക്കിറയായ ഒരു വാക്കാണ്. അള്ളാഹു എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം അഅറഫുൽ മആരിഫ്, മഅരിഫകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന മഅരിഫയാണ് അള്ളാഹു എന്നുള്ള പദം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ, ഇലാഹ എന്നതിന് ശേഷം അവിടെ ഒരു കളയപ്പെട്ട വാക്കുണ്ട്. എന്താണത്? പിഴച്ചുപോയ ബിദ്അത്തിന്റെ ചില കക്ഷികൾ എന്ന് പറഞ്ഞു ലാ ഇലാഹ മൗജൂദുൻ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നവനായി മറ്റാരുമില്ല. ലാ ഇലാഹ മൗജൂദുൻ ഇല്ലല്ലാഹ്, ഇതാണ് അവർ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥമായി അവർ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു അർത്ഥം അത് രണ്ട് നിലക്ക് അബദ്ധമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. എന്താണ് അവർ പറഞ്ഞ അർത്ഥം? ആരാധിക്കപ്പെടുന്നവനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ഈ അർത്ഥം അതെങ്ങനെയാണ് അബദ്ധമായി തീരുന്നത്? ഒന്നാമത്തെ കാരണം പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അവർ പറഞ്ഞിരിക്കുന്ന ഈ അർത്ഥം അത് നമ്മുടെ ഈ യാഥാർത്ഥ്യ ലോകവുമായി, സംഭവ ലോകവുമായി പൊരുത്തപ്പെടാത്ത കാര്യമാണ്. കാരണം അള്ളാഹുവിന് പുറമെ പലതും ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നവനായി മറ്റാരുമില്ല എന്ന് പറയുന്നത് അതെന്തല്ല, ശരിയല്ല.
കല്ലിനെ ആരാധിക്കുന്നവരുണ്ട്, നബിമാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരു വ്യക്തി ആരെയാണോ ആരാധിക്കുന്നത് അതാണ് അവന്റെ ആരാധ്യൻ. അത് ചിലപ്പോൾ ഹക്കായിരിക്കാം, അതല്ലെങ്കിൽ നിരർത്ഥകമായതായിരിക്കാം. അതാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പിതാവിനോടും അതുപോലെ തന്റെ സമൂഹത്തോടും പറഞ്ഞതായി കാണാം. അഇഫ്കൻ ആലിഹതൻ ദൂനല്ലാഹി തുരീദൂൻ. അല്ലാഹുവിന് പുറമെ വ്യാജമായി നിങ്ങൾ മറ്റ് ആരാധ്യന്മാരെ, മറ്റ് ഇലാഹുകളെ നിങ്ങൾ ആഗ്രഹിക്കുകയാണോ? അപ്പോൾ അല്ലാഹുവിന് പുറമെ മറ്റ് ഇലാഹുകളുണ്ട്. അത് ഈ ലോകത്ത് സംഭവ്യമായി നടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ ഒരു അർത്ഥം കൽപ്പിക്കുന്നതിലൂടെ ആ യാഥാർത്ഥ്യത്തെ നിഷേധിക്കലാണ് സംഭവിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ ഈ ഒരർത്ഥം തെറ്റാണെന്ന് പറയാനുള്ള രണ്ടാമത്തെ കാരണം എന്താണ്? ആരാധിക്കപ്പെടുന്നവനായി അള്ളാഹു അല്ലാതെ ഇല്ല എന്ന് പറയുമ്പോൾ ആരാധിക്കപ്പെടുന്നതെല്ലാം എന്താണ്? അള്ളാഹുവാണ് എന്നൊരർത്ഥം വരും. ആരാധിക്കപ്പെടുന്നതിലെല്ലാം അള്ളാഹുവിന്റെ അംശമുണ്ട്. അതാണ് അദ്വൈത സിദ്ധാന്തത്തിന്റെ ആളുകൾ അവർ പറഞ്ഞിരിക്കുന്നത് സൃഷ്ടിയും സൃഷ്ടാവും ഒന്നാണ്. അങ്ങനെ രണ്ടില്ല. എല്ലാ സൃഷ്ടികളിലും സൃഷ്ടാവിന്റെ അംശമുണ്ട്. അതുകൊണ്ട് എന്തിനെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അത് സൃഷ്ടാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെയാണ് എന്നാണ് അദ്വൈത സിദ്ധാന്തത്തിന്റെ ആളുകൾ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നവനില്ല എന്ന് പറയുമ്പോൾ ആരാധിക്കപ്പെടുന്നതെല്ലാം അത് അള്ളാഹുവിന്റെ അംശമാണ്, അള്ളാഹു തന്നെയാണ് എന്ന് പറയുന്ന അദ്വൈത സിദ്ധാന്തത്തിന്റെ ആ വാദത്തിലേക്കുള്ള ഒരു സൂചന ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്നുള്ള അർത്ഥം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പറയാൻ പറ്റില്ല, അത് തെറ്റാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ചില വിഭാഗം, മറ്റു ചില ആളുകൾ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥമായി പറഞ്ഞു ലാ മഅബൂദ ലനാ ഇല്ലല്ലാഹ്. ഞങ്ങളുടെ ആരാധ്യനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ഈ ഒരർത്ഥവും അതിലും ചില പോരായ്മകളുണ്ട്. ഞങ്ങളുടെ ആരാധ്യനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അള്ളാഹുവിന് പുറമെ ചില ആരാധ്യന്മാരുണ്ട് എന്ന് സമ്മതിക്കലാകും. അതുകൊണ്ട് തന്നെ ലാ മഅബൂദ ലനാ ഇല്ലല്ലാഹ് എന്ന അർത്ഥവും അതിലും പിഴവുകളുണ്ട്, അബദ്ധങ്ങളുണ്ട്. മറ്റു ചില കക്ഷികൾ അവർ അഭിപ്രായപ്പെട്ടു, അവർ പറഞ്ഞു ലാ ഖാലിഖ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ ഖാലിഖ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ സൃഷ്ടാവില്ല. അല്ലെങ്കിൽ ലാ മുദബ്ബിറൽ കൗൻ ഇല്ലല്ലാഹ്, ലോകത്തെ നിയന്ത്രിക്കുന്നവനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ലാ റാസിഖ ഇല്ലല്ലാഹ്, റിസ്ക് നൽകുന്നവൻ, ഉപജീവനം നൽകുന്നവനായി അള്ളാഹു അല്ലാതെ ഇല്ല. ഇവരങ്ങനെ അർത്ഥം കൊടുക്കാനുള്ള കാരണം എന്താണ്? ഇലാഹ് എന്ന പദത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിൽ അവർക്ക് പിഴവ് സംഭവിച്ചു. കാരണം ഇലാഹ് എന്നാൽ മഅബൂദ് എന്നാണ്. ലാ ഖാലിഖ ഇല്ലല്ലാഹ് എന്നുള്ളത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥമായി പറയാൻ പറ്റില്ല. അള്ളാഹു അല്ലാതെ ഖാലിഖില്ല, അള്ളാഹു അല്ലാതെ റാസിഖില്ല, അള്ളാഹു അല്ലാതെ ലോകം നിയന്ത്രിക്കുന്നവനായി ആരുമില്ല. ഇത് നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥമായി അത് പറയാൻ പറ്റൂല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്താണ്? അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ലാ ഖാലിഖ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ സൃഷ്ടാവില്ല, അള്ളാഹു അല്ലാതെ ഉപജീവനം നൽകുന്നവനായി മറ്റാരുമില്ല എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥമായി പറയാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പിഴച്ചുപോയ ആളുകൾ അവരെന്ത് പറയുന്നത്? അവർ ചെയ്യുന്ന ശിർക്കിനെ നമ്മൾ എതിർക്കുമ്പോൾ അവരെന്ത് പറയും? ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരാണ്, അഥവാ അള്ളാഹുവാണ് ഖാലിഖ്, അള്ളാഹുവാണ് റാസിഖ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ്. അതിനുശേഷം പിന്നെ ഖബറിന്റെ സുജൂദ് ചെയ്താലും കുഴപ്പമില്ല, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച ചെയ്താലും കുഴപ്പമില്ല. കാരണം അവർ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥമായി മനസ്സിലാക്കിയത് എന്താണ്? ഖാലിഖായി അള്ളാഹുവാണ്, റാസിഖായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നതാണ്. അതുകൊണ്ട് ഈ ഒരു അർത്ഥത്തിന്റെ അപകടം, ഈ ഒരു ആശയത്തിന്റെ അപകടം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ശരിയായ അഭിപ്രായം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അതിന്റെ ശരിയായ അർത്ഥമായി പണ്ഡിതന്മാർ പറയുന്നു ലാ മഅബൂദ ഹഖ്ഖുൻ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. ആരാധിക്കപ്പെടാൻ അർഹനായി, അതല്ലെങ്കിൽ ന്യായപ്രകാരം ആരാധിക്കപ്പെടുന്നവനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ധാരാളം വസ്തുക്കൾ ആരാധിക്കപ്പെടുന്നുണ്ട്, പക്ഷേ അതൊന്നും എന്തല്ല, ആരാധിക്കപ്പെടാൻ അർഹരല്ല. അതല്ലെങ്കിൽ അതൊന്നും ന്യായപ്രകാരം ആരാധിക്കപ്പെടുന്ന വസ്തുക്കളല്ല, അതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ന്യായപ്രകാരം ആരാധിക്കപ്പെടുന്നവനായി അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഉള്ളൂ. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം നമ്മൾ ശരിയായി മനസ്സിലാക്കണം. അതിൽ പല ആളുകൾക്കും പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു അർത്ഥമാണ് ഖുർആനിനോടും ഹദീസിനോടും ഏറ്റവും യോജിക്കുന്നത്. ശരിയായ ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു ذلك بأن الله هو الحق, അല്ലാഹു അവനാണ് ഹഖായിട്ടുള്ളവൻ, സത്യമായിട്ടുള്ളവൻ. وأن ما يدعون من دونه الباطل, അല്ലാഹുവിന് പുറമെ അവന് പുറമെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നതെല്ലാം ബാത്തിലാണ്, നിരർത്ഥകമാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ലാ മഅബൂദ ഹഖ്ഖുൻ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമതായി ലാ ഇലാഹ ഇല്ലല്ലാഹയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം പഠിക്കുക. രണ്ടാമതായി പണ്ഡിതന്മാർ പറഞ്ഞു അർക്കാനുഹ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ റുക്നുകൾ, അതിന്റെ സ്തംഭങ്ങൾ, അത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് റുക്ൻ എന്ന് പറഞ്ഞാൽ? ഒരു ബിൽഡിങ്ങിന്റെ റുക്നുകളാണ് ഈ കാണുന്ന തൂണുകളെല്ലാം.
ഈ തൂണുകൾ ഇല്ലെങ്കിൽ ഈ ബിൽഡിംഗ് നിലനിൽക്കുകയില്ല, അത് നിലം പൊത്തി വീഴുന്നതാണ്. അതുപോലെ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ റുക്കിനുകളുണ്ട്. ആ കാര്യം നിലനിൽക്കണമെങ്കിൽ അതിന്റെ റുക്കിനുകളുണ്ട്. നമ്മൾ അർക്കാനുൽ ഇസ്ലാം എന്ന് പറയും. ഇസ്ലാം കാര്യങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിൽ പരിഭാഷപ്പെടുത്താറുണ്ട്. ഇസ്ലാമിന്റെ തൂണുകൾ 5 തൂണുകൾ. അതുപോലെ അർക്കാനുൽ ഈമാൻ, ഈമാനിന്റെ 6 തൂണുകൾ, ഈമാൻ കാര്യങ്ങൾ എന്ന് പറയും. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് നിലനിൽക്കുന്ന തൂണുകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തൂണുകൾ അത് 2 എണ്ണമാണ്. അതിന്റെ റുക്കിനുകൾ അത് 2 എണ്ണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ റുക്കിന് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ അത് നിലനിൽക്കണമെങ്കിൽ അതിൽ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഘടകത്തിനാണെന്ന് പറയുക റുക്കിൻ എന്ന് പറയുക. അപ്പൊ നിസ്കാരത്തിന് റുക്കിനുണ്ട്, നിസ്കാരത്തിന് റുക്കിനുകളുണ്ട്, ഷർത്തുകളുണ്ട്, സുനനുകളുണ്ട്. നിസ്കാരത്തിന്റെ റുക്കിനാണെന്ത്? ഫാത്തിഹ ഓതുക എന്നുള്ളത്. ഫാത്തിഹ ഓതാത്തത് എന്തില്ല? നിസ്കാരമല്ല. സുജൂദും റുക്കൂഉം ഒക്കെ നിസ്കാരത്തിന്റെ റുക്കിനുകളാണ്. അപ്പോൾ അത് ഒഴിവാക്കിയവൻ എന്തില്ല? ആ കാര്യം തന്നെ ഇല്ല. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ റുക്കിൻ എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് 2 ഭാഗങ്ങളായിട്ടാണ് നിലകൊള്ളുന്നത്. ആദ്യം അതിന്റെ ഒന്നാമത്തെ ഭാഗം ലാ ഇലാഹ എന്ന ആദ്യത്തെ ഭാഗവും ഇല്ലല്ലാഹ് എന്ന രണ്ടാമത്തെ ഭാഗവും, ഈ 2 ഭാഗവും ഒരുമിച്ച് ചേർന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിൽ ഒന്നാമത്തെ ഭാഗം അതെന്തിനെയാണ് അറിയിക്കുന്നത്? ലാ ഇലാഹ, ഇലാഹിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു എന്താണ്? മഅബൂദ്, അല്ലെ? ആരാധിക്കപ്പെടുന്നവൻ. അപ്പോൾ ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നവനായി ആരുമില്ല. അവിടെ ഹക്കുൻ എന്നുള്ളത് കൂടി നമ്മൾ ചേർത്ത് പറയുക. ലാ ഇലാഹ ഹക്കുൻ, ന്യായപ്രകാരം ആരാധിക്കപ്പെടുന്നവനായി ആരുമില്ല, നിഷേധിക്കുകയാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒന്നാമത്തെ റുക്ൻ അത് ലാ ഇലാഹ എന്നുള്ള വാക്കിലാണ്. അൻ നഫ്യു, നിഷേധിക്കുക എന്നുള്ളത്. നഫ്യുൽ ഇബാദതി അമ്മാ സിവല്ലാഹ്, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾ അതിൽ നിന്നെല്ലാം അവയൊന്നും ഇബാദത്തിന് അർഹരല്ല, അവർക്ക് നൽകപ്പെടുന്ന ഇബാദത്തുകൾ അത് ബാത്തിലാണ് എന്ന് നമ്മൾ നിഷേധിക്കണം, നഫി ചെയ്യണം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒന്നാമത്തെ റുക്ന്, അതാണ് അൻ നഫ്യു. അപ്പോൾ ആരാധന അർപ്പിക്കപ്പെടുന്ന ആളുകൾ അവർ എത്ര തന്നെ പദവിയുള്ള ആളുകളാണെങ്കിലും, അള്ളാഹുവിന്റെ പക്കൽ എത്ര തന്നെ സ്ഥാനമുള്ള ആളുകളാണെങ്കിലും, അമ്പിയാക്കന്മാരാണെങ്കിലും ഔലിയാക്കന്മാരാണെങ്കിലും മലക്കുകളാണെങ്കിലും ആരാണെങ്കിലും ഇബാദത്തിന്റെ ഒരു അംശവും അവർ ആരും അർഹിക്കുന്നില്ല. അതാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ, അദ്ദേഹത്തിന് മറ്റൊരു ഗ്രന്ഥമുണ്ട് സലാസത്തുൽ ഉസൂൽ എന്ന് പറയുന്ന ഗ്രന്ഥം. അതിൽ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇന്നല്ലാഹ ലാ യർളാ അൻ യുശ്റക മഅഹു അഹദുൻ ഫീ ഇബാദതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൂടെ ഇബാദത്തിൽ മറ്റൊരാളെ പങ്കു ചേർക്കുന്നത് അതൊരിക്കലും അള്ളാഹു തൃപ്തിപ്പെടുകയില്ല. ലാ മലക്കുൻ മുഖറബുൻ, അള്ളാഹുവിനോട് സാമീപ്യം സൃഷ്ടിച്ച മലക്കുകളാകട്ടെ, ഔ നബിയുൻ മുർസലുൻ, അള്ളാഹു നിയോഗിച്ചയച്ച റസൂലാകട്ടെ, നബിമാരാകട്ടെ, ആരെയാണെങ്കിലും അള്ളാഹുവിന്റെ കൂടെ ഇബാദത്തിൽ ഒരാളെയും പങ്കു ചേർക്കപ്പെടുന്നത് അള്ളാഹു തൃപ്തിപ്പെടുകയില്ല. അപ്പോൾ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളെല്ലാം അവ നിരർത്ഥകമാണ് എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കേണ്ടതുണ്ട്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അതിന്റെ സ്തംഭങ്ങളിൽ ഒന്നാമത്തെ സ്തംഭം അതാണ്. അതാണ് നമ്മൾ മുൻപോതിയ ആയത്ത് വഅന്നമാ യദ്ഊന മിൻ ദൂനിഹിൽ ബാതിൽ, അല്ലാഹുവിനെ പുറമെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നതെല്ലാം അത് നിരർത്ഥകമാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒന്നാമത്തെ റുക്ൻ നമ്മൾ പറഞ്ഞു നഫിയാണ്. ഈ നഫി മാത്രം ഉണ്ടായത് കൊണ്ട് എന്താകുന്നില്ല? തൗഹീദ് പൂർത്തിയാവുകയില്ല. അതോടൊപ്പം അതിന്റെ രണ്ടാമത്തെ സ്തംഭം അർ റുക്നു അസ്സാനി, അതാണ് അൽ ഇസ്ബാതു. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ രണ്ടാമത്തെ ഭാഗമായ ഇല്ലല്ലാഹ്, അള്ളാഹു ഒഴികെ എന്ന് നമ്മൾ പറയുന്ന ആ ഭാഗം, അതാണെന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ രണ്ടാമത്തെ റുക്ൻ അൽ ഇസ്ബാത്ത് എന്ന് പറയുന്നത്. അഥവാ ഇബാദത്തിന്റെ, നമ്മുടെ ആരാധനയുടെ എല്ലാ ഇനങ്ങളും, ആ ആരാധനയുടെ എല്ലാ വശങ്ങളും, അതിന്റെ എല്ലാ അംശങ്ങളും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകുക. അതിനർഹനായവൻ അള്ളാഹു മാത്രമാണെന്ന് വിശ്വസിക്കുക, അത് മറ്റൊരാൾക്കും പകവച്ചു കൊടുക്കാതിരിക്കുക. അതാണ് അൽ ഇസ്ബാത്ത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിലകൊള്ളുന്നത് ഈ 2 തൂണുകളിലാണ്, അൻ നഫ്യു വൽ ഇസ്ബാത്ത്. ഒരാൾ ഇസ്ബാത്ത് മാത്രമാണ്, അയാൾ പറയുന്നത് അള്ളാഹു ഇലാഹാണ് എന്ന് മാത്രമേ അയാൾ പറയുന്നുള്ളൂ, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതിനെ അയാൾ നിഷേധിക്കുന്നില്ല എങ്കിൽ അയാളുടെ തൗഹീദും എന്തല്ല? പൂർണ്ണമല്ല. കാരണം തൗഹീദ് നിലനിൽക്കണമെങ്കിൽ അതിന്റെ തൂണാണ് അൻ നഫ്യു വൽ ഇസ്ബാത്ത് എന്ന് പറയുന്നത്. അത് രണ്ടും ഉണ്ടായാൽ മാത്രമേ ഒരാൾ മുസ്ലിമാണ് എന്ന് പറയാൻ കഴിയുകയുള്ളൂ, അയാളുടെ തൗഹീദ് അത് ശരിയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഇതിന് ധാരാളം തെളിവുകൾ നമുക്ക് ഹദീസുകളിൽ, ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ സഹാബി മുആവിയത്ത് ബിൻ ഹൈദത്ത് അൽ ഖുശൈരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ബിമ ബഅസക റബ്ബുനാ ഇലൈന, നമ്മുടെ റബ്ബ് എന്തുമായിട്ടാണ് അങ്ങയെ ഞങ്ങളിലേക്ക് നിയോഗിച്ചിരിക്കുന്നത്? എന്തുമായിട്ടാണ് ഞങ്ങളുടെ റബ്ബ് അങ്ങയെ നിയോഗിച്ചിരിക്കുന്നത്? റസൂലുള്ളാഹി പറയുന്നു, ബിദീനിൽ ഇസ്ലാം, ഇസ്ലാം ദീനുമായിട്ടാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്, വമാ ദീനുൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ?
റസൂലുള്ള പറയുകയാണ് അൻ തഖൂല, നീ പറയലാണ്, നീ നാവ് കൊണ്ട് പറയുകയും അതുപോലെ നിന്റെ ഹൃദയം കൊണ്ട് നീ അത് വിശ്വസിക്കലുമാണ്. എന്താണ്? അൻ അസ്ലംതു വജ്ഹിയ ലില്ലാഹി വതഖല്ലൈതു, ഞാൻ എന്റെ മുഖത്തെ അള്ളാഹുവിന് കീഴൊതുക്കിയിരിക്കുന്നു, അള്ളാഹുവിന് പൂർണ്ണമായും ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ശിർക്കിൽ നിന്ന് മറ്റ് തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയവനാണ് എന്ന് നീ പറയലാണ്, പ്രഖ്യാപിക്കലാണ് ദീനുൽ ഇസ്ലാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കാൻ. ഇവിടെ അസ്ലംതു വജ്ഹിയ ലില്ലാഹ്, ഞാൻ എന്റെ മുഖത്തെ അള്ളാഹുവിന് കീഴൊതുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് അൽ ഇസ്ബാത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹിലെ ഇല്ലല്ലാഹ് എന്നുള്ള ഭാഗം, അള്ളാഹുവിന് മാത്രം ഇബാദത്തുകൾ സമർപ്പിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഭാഗമാണത്. അതുപോലെ വതഖല്ലൈതു, ശിർക്കിൽ നിന്നും അതിന്റെ അതുപോലെ തെറ്റായ വിശ്വാസങ്ങളിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറിയിരിക്കുന്നു, അതാണത് അന്നഫി. ലാ ഇലാഹ എന്ന് പറയുന്ന ആ ഭാഗത്തെ സൂചിപ്പിക്കുന്നത് ഹദീസിലുള്ള ഈ ഭാഗമാണ്. അതുപോലെ തന്നെ ഖുർആനിലും ഹദീസിലും നമുക്ക് ധാരാളം തെളിവുകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ റുഖിനെ അറിയിക്കുന്ന ധാരാളം തെളിവുകളുണ്ട്. അപ്പൊ നമ്മൾ ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ അടിസ്ഥാന പാഠങ്ങളാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അത് നമ്മൾ സൂചിപ്പിച്ചു. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ് റുഖിനാണ്. അപ്പൊ റുഖിനെ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് തെളിവ് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ റുഖിൻ? ഖുർആനിലെ ആയത്തുകൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയണം. അപ്പോൾ എല്ലാ ആയത്തുകളും പഠിക്കണമെന്നില്ല. നമുക്ക് കഴിയുന്ന ആയത്തുകൾ, തെളിവുകൾ അത് നമ്മൾ പഠിക്കണം. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇൽം എന്ന് പറഞ്ഞാൽ എന്താണ്? മഅരിഫത്തുൽ ഹുദാ ബിദലീലിഹി, ഹുദ സന്മാർഗത്തെ തെളിവുകൾ സഹിതം പഠിക്കുക, അതാണ് ഇൽം എന്ന് പറയുന്നത്. നമ്മുടെ തെളിവ് എന്താണ്? അൽ ഇൽമു ഖാല അല്ലാഹു ഖാല റസൂലുഹു ഖാല അസ്സഹാബത്തു ഹും ഉലുൽ ഇർഫാനി. ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ള അധ്യാപനങ്ങൾ, ആയത്തുകൾ, ഹദീസുകൾ, അതുപോലെ സഹാബത്തിന്റെ ഇജ്മാ, ഇതൊക്കെയാണ് നമ്മുടെ തെളിവുകൾ. അപ്പോൾ അത് കഴിയുന്നതും നമ്മൾ നമ്മുടെ കഴിവനുസരിച്ച് അത് മനഃപ്പാഠമാക്കുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ ചില തെളിവുകൾ നമുക്ക് പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ റുഖിനെ അറിയിക്കുന്ന ചില തെളിവുകൾ. ഒന്നാമത്തേത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹം തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭമാണ്. വഇദ് ഖാല ഇബ്രാഹിമു ലിഅബീഹി വഖൗമിഹി, ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പിതാവിനോടും തന്റെ നാട്ടുകാരോടും അദ്ദേഹം പറയുകയുണ്ടായി, ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് ഞാൻ മുക്തനാണ്, അതുമായി എനിക്ക് ബന്ധമില്ല. അപ്പോൾ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതിൽ നിന്ന് എനിക്ക് ബന്ധമില്ല. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഏത് ഭാഗമാണ്? ലാ ഇലാഹ നിഷേധമാണ് അല്ലെ? എനിക്കതുമായിട്ട് ഒരു ബന്ധവുമില്ല. അവർ അള്ളാഹുവിനെയും ആരാധിച്ചിരുന്നു, അള്ളാഹുവിന് പുറമെ മറ്റ് വിഗ്രഹങ്ങളെയും അതുപോലെ മൺമറഞ്ഞു പോയ സാലിഹ്യങ്ങളെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിച്ച ജനതയാണ്. എന്നിട്ട് തൊട്ടുടനെ ഇബ്രാഹിം അലൈഹിസ്സലാം പറയാണ്, ഇല്ലല്ലദീ ഫതറനി, ആരൊഴികെ? നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാധ്യന്മാരിൽ ഒരാളൊഴികെ. അവൻ ആരാണ്? ഇല്ലല്ലദീ ഫതറനി, അവൻ എന്നെ സൃഷ്ടിച്ചവനാണ്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ എന്റെ ഇബാദത്ത് അത് അള്ളാഹുവിന് മാത്രമാണ്, അത് അള്ളാഹുവിന് മാത്രം സ്ഥിരപ്പെടുത്തുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഇല്ലല്ലാഹ് എന്നുള്ള ഭാഗം. അള്ളാഹു മാത്രമാണ് ഇബാദത്തിന് അർഹനെന്ന് അവിടെ സ്ഥിരപ്പെടുത്തുന്ന തെളിവ് ഇതാണ്. മറ്റൊരായത്തിൽ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ഖുൽ, നബിയെ താങ്കൾ പറഞ്ഞുകൊള്ളുക, ഇന്നമാ ഹുവ ഇലാഹുൻ വാഹിദ്, അള്ളാഹു അവൻ ഏകനായ ഇലാഹാണ്. അള്ളാഹു ഏകനായ ഇലാഹാണ്. അള്ളാഹുവിന്റെ വാക്ക്, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ, അള്ളാഹു നൽകപ്പെടേണ്ട ഇബാദത്തുകളിൽ, അള്ളാഹുവിന്റെ നാമങ്ങളിൽ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലെല്ലാം അള്ളാഹു ഏകനാണ്, അവര് പങ്കുകാരില്ല. ഇതാണെന്ത്? ഇന്നമാ ഹുവ ഇലാഹുൻ വാഹിദ്, അള്ളാഹു ഏകനാണ് എന്നത് അത് ഇബാദത്തിന്റെ എല്ലാ ഇനങ്ങളും അത് അള്ളാഹുവിന് മാത്രമേ നൽകാവൂ എന്ന ഇസ്ബാത്തിന്റെ ഭാഗമാണ്. എന്നിട്ടോ വഇന്നനി ബരീഉം മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്ന ആരാധ്യന്മാരുമായി, ആ നിങ്ങളുടെ ശിർക്കുമായി, അതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയാണ്. ഇതാണെന്ത്? അന്നഫ്യു, എനിക്ക് നിങ്ങൾ ആരാധിക്കുന്ന ഇബാദത്തുകളുമായി, മഅബൂദാത്തുകളുമായി അതുമായി ബന്ധമില്ല എന്നറിയിക്കുന്ന ആയത്ത്. അടുത്തൊരായത്തിൽ നമുക്ക് കാണാം, ഫമൻ യക്ഫുർ ബിത്താഗൂത്ത്, ആരാണോ താഗൂത്തിനെ, താഗൂത്തിൽ അവിശ്വസിക്കുന്നത്, ആ താഗൂത്തിനെ നിഷേധിക്കുന്നത്, തള്ളിപ്പറയുന്നത്. താഗൂത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാത്തിനെയും പൊതുവെ മൊത്തത്തിൽ എന്ന് പറയാം, താഗൂത്ത് എന്ന് പറയാം. അപ്പോൾ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ഈ വസ്തുക്കളെയൊക്കെ അതിനെ അവിശ്വസിക്കുക, അതൊന്നും ഇബാദത്ത് നൽകാൻ അർഹനല്ല എന്ന് തള്ളിപ്പറയുക. ഇതാണെന്ത്? ലാ ഇലാഹ, നിഷേധിക്കുകയാണ്. എന്നിട്ടോ വയുമിൻ ബില്ലാഹ്, എന്നിട്ട് അള്ളാഹുവിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ, അവൻ പിടിച്ചിരിക്കുന്നത് ബലവത്തായ ഒരു കയറിലാണ്. അൽ ഉർവത്തുൽ വുസ്ഖ, അതിന്റെ ഒരു വ്യാഖ്യാനം എന്താണ്? അവൻ പിടിച്ചിരിക്കുന്നത് തൗഹീദിലാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹിലാണ് എന്നതാണ് അതിന്റെ വിശദീകരണമായി മുഫസ്സിരീങ്ങൾ നൽകിയിരിക്കുന്നത്. മറ്റൊരായത്താണ്. ഈ ആയത്തുകളൊക്കെ നമ്മൾ മുൻപ് കിതാബ് തൗഹീദിൽ തന്നെ നമ്മൾ വായിച്ച ആയത്തുകളാണ്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല,
എല്ലാ ഉമ്മത്തിലേക്കും എല്ലാ സമുദായത്തിലേക്കും നാം റസൂലുമാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് നിയോഗിച്ചത്? അനിഅ്ബുദുല്ലാഹ് വജ്തനിബുത് ത്വാഗൂത്ത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തേത് അനിഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. ഇവിടെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു മുൻപ്, ഖുർആനിൽ അല്ലാഹു ഇബാദത്ത് ചെയ്യണം എന്ന കൽപ്പന അത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതല്ലാതെ അള്ളാഹിനെയും ഇബാദത്ത് ചെയ്യുക അതോടൊപ്പം മറ്റുള്ളവരെയും ഇബാദത്ത് ചെയ്യുക എന്ന അർത്ഥം എന്തല്ല ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അനിഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്നും വജ്തനിബുത് ത്വാഗൂത്ത്, ഇവിടെയും ത്വാഗൂത്ത് എന്ന പദം വീണ്ടും ആവർത്തിച്ചു. എന്താണ് ത്വാഗൂത്ത് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾ, അതിനെ നിങ്ങൾ പൂർണ്ണമായും വെടിയുക, അതിൽ നിന്നും നിങ്ങൾ അകന്നു നിൽക്കുക. ഇജ്തിനാബ് എന്ന് പറഞ്ഞാൽ അത് കേവലം ഒഴിവാക്കൽ മാത്രമല്ല, മറിച്ച് നിങ്ങൾ അതുമായി യാതൊരു ബന്ധവും ഉണ്ടാകരുത്. നിങ്ങൾ ഒരു വശത്തും അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന മറ്റു വസ്തുക്കൾ അവർ മറ്റൊരു വശത്തും അത്രയും വിദൂരതയുണ്ടാകണം, അതുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടാകരുത്. അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് എന്താണ്? നബിമാരെ അള്ളാഹു നിയോഗിച്ചത് ഈ കാര്യത്തിൽ പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതിനെ ഒഴിവാക്കുക. ഇതും ലാ ഇലാഹ ഇല്ലല്ലയുടെ റുക്നിനെ അറിയിക്കുന്ന ആയത്താണ്. അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, അതാണെന്ത്? അൽ ഇസ്ബാത്ത്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതിനെ അതിനെ നിങ്ങൾ ഒഴിവാക്കണം, വെടിയണം, അതാണെന്ത്? അൻ നഫ്യു, നഫീനെ അറിയിക്കുന്ന ഭാഗം അതാണ്. അതുപോലെ തന്നെ സൂറത്തു ജിന്നിൽ നമുക്ക് പരിചയമുള്ള ആയത്താണ്. ഖുൽ, നബിയെ താങ്കൾ പറയുക, പ്രഖ്യാപിക്കുക, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ മുൻപ് ഒരു ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു, അദ്ഉ എന്ന് പറഞ്ഞാൽ ദുആഇന് രണ്ടർത്ഥമുണ്ട് അല്ലെ? ഒന്ന് ദുആ മസ്അല, പ്രാർത്ഥിക്കുക എന്നുള്ള അർത്ഥം. അപ്പോൾ നബിയെ താങ്കൾ പറയുക, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ, അതുപോലെയോ ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ ഇബാദത്ത് ചെയ്യുകയുള്ളൂ എന്ന അർത്ഥം കൂടി എന്തുണ്ട് ഇവിടെ ഉണ്ട്. എന്നിട്ടോ വല ഉശ്രികു ബിഹി അഹദ, ഞാൻ അവനിൽ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. ഇതും ലാ ഇലാഹ ഇല്ലല്ലാഹ് റുക്നെ അറിയിക്കുന്ന ആയത്താണ്. അപ്പോൾ അല്ലാഹുവിനെ മാത്രമേ ഞാൻ ഇബാദത്ത് ചെയ്യുകയുള്ളൂ, അതാണ് അൽ ഇസ്ബാത്ത്. വല ഉശ്രികു ബിഹി അഹദ, അവനിൽ ഞാൻ യാതൊന്നിനെയും പങ്കു ചേർക്കില്ല, നഫി ചെയ്യുകയാണ്, അതാണ് നഫീനെ അറിയിക്കുന്ന ഭാഗം അതാണ്. അപ്പോൾ ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ എത്രയോ സ്ഥലങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഈ റുക്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആളുകൾ എന്താക്കുന്നില്ല, ഇത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അതിന്റെ അർത്ഥവും ആശയവും അതിന്റെ റുഖിനുമാണ് നമ്മൾ ഇതുവരെ സൂചിപ്പിച്ച കാര്യം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഇബാദത്തുകളെല്ലാം ആരാധനകളെല്ലാം അത് അള്ളാഹുവിന് മാത്രമേ നൽകാൻ പറ്റുള്ളൂ, മറ്റൊരാൾക്കും നൽകാൻ പാടില്ല എന്ന് മക്കയിലെ മുശ്രിക്കുകൾക്ക് അറിയാമായിരുന്നു. മക്കയിലെ മുശ്രിക്കുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അറിയാമായിരുന്നു. അതുകൊണ്ടാണ് എന്ത്, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പ്രഖ്യാപിക്കാൻ അവർ കൂട്ടാക്കാതിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ മുശ്രിക്കുകളോട് എന്ത് പറഞ്ഞു? ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, പ്രഖ്യാപിക്കുക, അങ്ങനെയാണെങ്കിൽ തുഫ്ലിഹു, നിങ്ങൾക്ക് വിജയം കൈവരിക്കാം. ആ സമയത്ത് അവരെന്താണ് പറഞ്ഞത്? അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, ഇവൻ പല ദൈവങ്ങളെയും ഒരൊറ്റ ഇലാഹാക്കിയിരിക്കുകയാണോ? ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇതങ്ങേയറ്റം അത്ഭുതമുളവാക്കുന്ന കാര്യമാണ്. അവരത് പ്രഖ്യാപിക്കാൻ കൂട്ടാക്കിയില്ല. കാരണം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അവർക്കറിയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആരാധിച്ചു പോന്നിരുന്ന ഒന്നിനെയും നമുക്ക് ആരാധിക്കാൻ പറ്റൂല, അതിനൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടി വരും എന്ന് മക്കയിലെ മുശ്രിക്കുകൾക്ക് അറിയുന്നത് കൊണ്ടാണ് അവർ അത് പ്രഖ്യാപിക്കാതിരുന്നത്. ഖുർആനിൽ മറ്റൊരായത്തിൽ കാണാം, ഇന്നഹും കാനൂ, തീർച്ചയായും അവർ ആയിരുന്നു, ആരാ? മുശ്രിക്കുകൾ. ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയപ്പെട്ടാൽ യസ്തക്ബിറൂൻ, അവർ അഹങ്കാരം നടിച്ച് അത് പ്രഖ്യാപിക്കാതെ പിന്മാറിക്കളയുമായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാതിരിക്കാൻ അവരുടെ അഹങ്കാരം സമ്മതിച്ചില്ല. അവർക്ക് അതിന്റെ അർത്ഥം അറിയാനിട്ടല്ല, അർത്ഥം അറിയാം, അതുകൊണ്ടാണ് അവർ അത് പ്രഖ്യാപിക്കാതെ അഹങ്കാരത്തോടുകൂടി അവർ പിന്മാറുകയുണ്ടായത്. മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുസ്ലിം ആകുന്നതിന് മുൻപ്, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുൻപ് അദ്ദേഹം റോമിന്റെ ഭരണാധികാരിയായ ഹിറക്കലുമായി നടന്ന ഒരു സംഭാഷണം നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. അവിടെ റോമിന്റെ ഭരണാധികാരിയായ ഹിറക്കൽ അദ്ദേഹം അബൂ സുഫിയാനോട് ചോദിക്കുകയാണ്, മാദാ യഅ്മുറുക്കും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് എന്താണ് കൽപ്പിക്കുന്നത്? ആ സമയത്ത് അന്ന് മുസ്ലിം അല്ലാത്ത അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഉഅ്ബുദുല്ലാഹ വഹ്ദഹു വലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത് എന്നാണ് മുഹമ്മദ് നബി ഞങ്ങളോട് കൽപ്പിക്കുന്നത്. ഇതാരാണ് പറയുന്നത്? അന്ന് മുസ്ലിം അല്ലാത്ത അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾക്ക് അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അത് പ്രഖ്യാപിക്കാൻ അവർ കൂട്ടാക്കാതിരുന്നത്. അതുപോലെ തന്നെ ഇമാം അഹ്മദും മറ്റുമൊക്കെ ഉദ്ധരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദരനായ, നബിയുടെ മൂത്താപ്പയായ അബൂ ത്വാലിബ്
അദ്ദേഹം ശിർക്കിലായിട്ടാണ് മരണപ്പെടുന്നത്. അദ്ദേഹം മരണാസന്നനായി കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സന്ദർശിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അവിടെ ചുറ്റും അബൂജഹലുമുണ്ട്, അതുപോലെ മക്കയിലെ മുശ്രിക്കുകളുടെ നേതാക്കന്മാരൊക്കെയുണ്ട്. റസൂലുള്ളാഹി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, താങ്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതൊന്ന് പ്രഖ്യാപിക്കുക, അതൊന്ന് ഉരുവിടുക, അതിനൊന്ന് കീഴ്പ്പെടുക. പക്ഷേ ആ സന്ദർഭത്തിൽ അബൂജഹലും അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അബൂ താലിബിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അബാ താലിബ് അതർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിൽ നിന്ന് താങ്കൾ അതിനോട് വിമുഖത കാണിക്കുകയാണ്, അതിൽ നിന്ന് താങ്കൾ തെറ്റിപ്പോവുകയാണോ എന്ന് ചുറ്റുമുണ്ടായിരുന്ന മുശ്രിക്കുകൾ ഇങ്ങനെ പറയുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം മരണപ്പെടുന്നത് എങ്ങനെയാണ്? അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, ശിർക്കിലായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതി സഹോദരൻ അദ്ദേഹം മരണപ്പെടുന്നത്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ അവർ ആരാധിച്ചിരുന്നതിനെയൊക്കെ ഒഴിവാക്കേണ്ടി വരും എന്ന് മുശ്രിക്കുകൾക്ക് ബോധ്യമുണ്ടായിരുന്നു. അഥവാ മക്കയിലെ മുശ്രിക്കുകൾക്ക് അതിന്റെ അർത്ഥം അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അതവർ പ്രഖ്യാപിക്കാതിരുന്നത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം നമ്മൾ പഠിച്ചു. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം? ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ ലാ മഅബൂദ ഹഖുൻ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ അർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം. അപ്പോൾ ഈ അർത്ഥം ആർക്കറിയാമായിരുന്നു? മക്കയിലെ മുശ്രിക്കുകൾക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ അത് പ്രഖ്യാപിക്കാതിരുന്നത്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ലാ ഖാലിഖ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഖാലിഖില്ല, ലാ റാസിഖ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ റിസ്ക് നൽകുന്നവനായി മറ്റാരുമില്ല, ലാ മുദബ്ബിറ ഇല്ലല്ലാഹ്, ആകാശം നിയന്ത്രിക്കുന്നവനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥമെങ്കിൽ മക്കയിലെ മുശ്രിക്കുകൾക്ക് അത് പറയാൻ പ്രയാസമുണ്ടോ? ഇല്ല. കാരണം എന്താ? അവർ മുഹമ്മദ് നബി വരുന്നതിന് മുൻപ് തന്നെ ഈ കാര്യങ്ങളൊക്കെ അവർ അംഗീകരിക്കുന്നതാണ്. റിസ്ക് നൽകുന്നവൻ അല്ലാഹുവാണ്, മഴ പെയ്യിപ്പിക്കുന്നത് അല്ലാഹുവാണ്, ഇതൊക്കെ മുശ്രിക്കുകൾ അംഗീകരിച്ച കാര്യമാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അതല്ല എന്ന് നമുക്ക് ഇതിൽ നിന്നെന്തായി വ്യക്തമായി മനസ്സിലാകുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, നബിയെ താങ്കൾ അവരോട് ചോദിച്ചു കൊള്ളുക. ആരോട്? മുശ്രിക്കുകളായ ആളുകളോട്. മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് റിസ്ക് നൽകുന്നവൻ ആരാണ്? അമ്മൻ യംലികു സ്സംഅ വൽ അബ്സാർ, കാഴ്ചയും കേൾവിയും ഒക്കെ അത് അധീനപ്പെടുത്തിയവൻ ആരാണ്? അതുപോലെ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി, മയ്യിത്തിൽ നിന്ന് നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നവൻ ആരാണ്? തഫ്സീറിൽ കാണാം, ജീവനില്ലാത്ത കോഴിമുട്ടയിൽ നിന്ന് ജീവനുള്ള കോഴിക്കുഞ്ഞിനെ പുറത്തു കൊണ്ടുവരുന്നവൻ ആരാണ്? അതുപോലെ വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ പുറത്തു കൊണ്ടുവരുന്നവൻ ആരാണ്? ജീവനുള്ള പക്ഷിയിൽ നിന്ന് ജീവനില്ലാത്ത മുട്ടയെ അതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നവൻ ആരാണ്? വമൻ യുദബ്ബിറുൽ അംർ, കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നവൻ ആരാണ്? ഇത് മക്കയിലെ മുശ്രിക്കുകളോട് ചോദിച്ചാൽ അവരെന്ത് പറയുമായിരുന്നു? ഫസയഖൂലൂന അല്ലാഹ്, ഇതെല്ലാം ചെയ്യുന്നത് അല്ലാഹുവാണ് എന്നവർ പറയും. ഫഖുൽ, നബിയെ അവരോട് ചോദിക്കുക, അഫലാ തത്തഖൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നില്ലയോ? ഇതെല്ലാം ചെയ്യുന്നത്, ലോകം നിയന്ത്രിക്കുന്നത്, ആകാശത്ത് നിന്ന് റിസ്ക് നൽകുന്നത് ഇതെല്ലാം അല്ലാഹുവാണെന്നിരിക്കെ എന്തുകൊണ്ട് നിങ്ങൾ ഇബാദത്തുകൾ അല്ലാഹുവിന് നൽകുന്നില്ല? ആ ഇബാദത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിക്കുന്നില്ല എന്ന് അവരോട് ചോദിച്ചു കൊള്ളുക എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അത് നമ്മൾ ശരിയായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ ആ അർത്ഥം അറിഞ്ഞതുകൊണ്ടാണ് അവരതിന് കീഴ്പ്പെടാൻ വിസമ്മതിച്ചത്. എന്നാൽ നമ്മുടെ നാട്ടിൽ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, അതിന്റെ അർത്ഥം അറിയാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ടും അവരിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഘടകവിരുദ്ധമാകുന്ന എത്രയോ പ്രവർത്തനങ്ങൾ, അല്ലാഹു അല്ലാത്ത എത്രയോ ആരാധ്യന്മാരെ അവരുടെ ഹൃദയത്തിൽ അവർ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അല്ലാഹു അല്ലാത്ത മൺമറഞ്ഞു പോയ ഔലിയാക്കന്മാരോട്, അമ്പിയാക്കന്മാരോട്, ചങ്ങന്മാരോട്, ബീവിമാരോട് അവരുടെ മുൻപിൽ ആവലാതി പറയുകയാണ്, റസൂലിനെ വിളിച്ചിട്ട് പാപമോചനം തേടുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളിലേക്കും അവർ കാലെടുത്ത് വെക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം പഠിച്ചു, അതിന്റെ റുക്ന് പഠിച്ചു. ഇനി മൂന്നാമതായി മുസ്ലിമായ ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന പാഠമാണ് ശുറൂതു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശുറൂത്തുകൾ. അപ്പോൾ റുക്ന് എന്താണ് നമ്മൾ പറഞ്ഞു? റുക്ന് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നിലനിൽക്കണമെങ്കിൽ അടിസ്ഥാനമായി ഉള്ള കാര്യമാണ് റുക്ന് എന്ന് പറയുന്നത്. ഈ ബിൽഡിങ്ങിന്റെ തൂണുകൾ അത് ഇതിന്റെ റുക്നാണ്. എന്നാൽ ഷർത്ത് എന്ന് പറയുന്നത് അത് ഒരു ഇബാദത്തിന്റെ ഒരു ഇബാദത്ത് നിർവഹിക്കുന്നതിന്റെ മുന്നോടിയായി നമ്മിൽ ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ പാലിച്ചിരിക്കേണ്ട കാര്യങ്ങൾക്കാണ് എന്ത് പറയുക? ഷർത്തുകൾ എന്ന് പറയുക. അത് ഇബാദത്തിന്റെ പുറത്തുള്ള കാര്യമാണ്, അതിന്റെ ഉള്ളിലുള്ള കാര്യമല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഫിഖ്ഹിയായ ഒരു ഉദാഹരണം പറയാം, നിസ്കാരം പറയാം. നിസ്കാരത്തിന് റുക്നുകളുണ്ട്, ഷർത്തുകളുണ്ട്. നിസ്കാരത്തിന്റെ ഷർത്താണെന്ത്? വുദു എടുക്കുക എന്നുള്ളത്. നിസ്കാരം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതിന് മുൻപ് നമ്മിൽ ഉണ്ടായിരിക്കേണ്ട കാര്യമാണെന്ത്? വുദു ഉണ്ടായിരിക്കുക. അത് നിസ്കാരത്തിന്റെ ഷർത്താണ്. അതുപോലെ ഔറത്ത് മറച്ചിരിക്കണം, നിസ്കാരത്തിന്റെ നിബന്ധനയാണ്. അതുപോലെ ഖിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കണം, അത് നിസ്കാരത്തിന്റെ ഷർത്താണ്. ഓരോ നിസ്കാരത്തിന്റെയും സമയമാകണം, അത് നിസ്കാരത്തിന്റെ ഷർത്തുകളാണ്.
ഇതൊക്കെ നിസ്കാരത്തിന് മുൻപുള്ള കാര്യമാണ്. എന്നാൽ നിസ്കാരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഫാത്തിഹ ഓതുക എന്നുള്ളത് നിസ്കാരത്തിന്റെ റുക്കിനാണ്, അത് നിസ്കാരത്തിലുള്ള കാര്യമാണ്. അതുപോലെ സുജൂദും റുക്കൂഉം അതൊക്കെ നിസ്കാരത്തിന്റെ റുക്കിനുകളാണ്, അതാണ് നിസ്കാരത്തിൽ ആ ഇബാദത്തിലുള്ള കാര്യമാണ്. എന്നാൽ ശർത്ത് എന്ന് പറയുന്നത് അതിന് മുൻപുണ്ടായിരിക്കേണ്ട കാര്യമാണ്. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ, അത് അല്ലാഹുവിന്റെ പക്കൽ ശരിയാകണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട്. കേവലം നാവ് കൊണ്ട് ഇങ്ങനെ പറയുന്നത് കൊണ്ട് മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കുകയില്ല. മറിച്ച് അത് സ്വീകരിക്കപ്പെടാൻ, അത് അല്ലാഹുവിന്റെ പക്കൽ ശരിയാകണമെങ്കിൽ അതിന് ചില ഷർത്തുകൾ, നിബന്ധനകൾ നാം പാലിക്കേണ്ടതുണ്ട്. ആ നിബന്ധനകളിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെടുമ്പോൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് ഉപകരിക്കുകയില്ല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധനകൾ അത് നമ്മൾ ശരിയായി പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശുറൂത്തുകളെ കുറിച്ച്, ഷർത്തുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ചില ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട്, നിസ്കാരത്തിന്റെ ഷർത്ത്, നോമ്പിന്റെ ഷർത്ത്, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്ത് എന്ന് പറയുന്നത് അത് ഇതുവരെ കേൾക്കാത്ത പുതിയൊരു കാര്യമാണല്ലോ എന്ന നിലയ്ക്ക് ചോദിക്കുന്ന ആളുകളെ കാണാം. യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ, അതല്ലെങ്കിൽ അത്തരം പഠനങ്ങൾക്ക് അവസരം കിട്ടിയ ആളുകൾ അവരൊരിക്കലും ഇത്തരത്തിലുള്ള സംസാരിക്കുകയില്ല. പൂർവികരായ മുൻഗാമികൾ, താബിഈങ്ങൾ, അവരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധനയിലേക്കുള്ള, ശുറൂത്തുകളിലേക്കുള്ള സൂചനകൾ അവിടുന്ന് നൽകിയതായി കാണാം. മഹാനായ വഹ്ബ് ബിൻ മുനബ്ബിഹ് റഹിമഹുല്ലാഹ്, അദ്ദേഹം താബിഈയാണ്. അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിക്കുകയുണ്ടായി, അലൈസ ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഫ്താഹുൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അത് സ്വർഗ്ഗത്തിന്റെ താക്കോലല്ലയോ? ഇമാം അവർകൾ പറഞ്ഞു, ബല, തീർച്ചയായും അത് സ്വർഗ്ഗത്തിന്റെ താക്കോൽ തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലാകിൻ ലൈസ മിഫ്താഹുൻ ഇല്ലാ ലഹു അസ്നാൻ, ഏതൊരു താക്കോലിനും ആ താക്കോലിന്റേതായ പല്ലുകളുണ്ട്. അപ്പോൾ ഓരോ വസ്തുവിനും അതിന്റേതായ ആ പല്ലുകളൊത്ത താക്കോലുകൾ ഉണ്ടാവും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫഇൻ ജിഅത ബിമിഫ്താഹിൻ ലഹു അസ്നാനുൻ ഫുതിഹ ലക, നീ സ്വർഗ്ഗത്തിന്റെ കവാടം തുറക്കാൻ ആ പല്ലുകളൊത്ത താക്കോലുമായിട്ടാണ് നീ കടന്നു ചെല്ലുന്നതെങ്കിൽ, നീ വരുന്നതെങ്കിൽ നിനക്ക് ആ സ്വർഗ്ഗം തുറക്കപ്പെടും. വഇല്ലാ ലം യുഫ്തഹ് ലക, അതല്ല എങ്കിൽ നിനക്ക് ആ സ്വർഗീയ കവാടം തുറക്കപ്പെടുകയില്ല. ഇവിടെ താക്കോലിന്റെ പല്ലുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധനകളാണ്. അപ്പൊ ആ നിബന്ധനകൾ പൂർത്തീകരിച്ചുകൊണ്ടാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തീകരിച്ചുകൊണ്ടാണ് നീ ചെല്ലുന്നതെങ്കിൽ നിനക്ക് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ്, അദ്ദേഹം ഫറസ്ദഖ് എന്നൊരു കവിയുണ്ട്. ഫറസ്ദഖ് എന്ന് പറയുന്ന ഒരു കവി, അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടു. ആ ഭാര്യയെ മറമാടുകയാണ്. ആ മറമാടുന്ന സന്ദർഭത്തിൽ ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം ആ ഫറസ്ദഖിനോട് ചോദിക്കുകയാണ്, മാ അഅദത്ത ലിഹാദൽ യൗം, ഈ ഒരു ദിവസത്തിന് വേണ്ടി താങ്കൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുൻദു 70 സന, 70 വർഷമായി ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യവചനം അത് ഞാൻ ഒരുക്കി വെച്ചിരിക്കുകയാണ് ഈ ദിവസത്തിന് വേണ്ടി. ആ സന്ദർഭത്തിൽ ഇമാം ഹസനുൽ ബസ്രി പറഞ്ഞു, നിഅമൽ ഉദ്ദ, താങ്കൾ ഒരുക്കി വെച്ച പാചകം അതൊക്കെ നല്ലതാണ്. എന്നിട്ട് പറയുകയാണ്, ലാകിൻ ലിലാ ഇലാഹ ഇല്ലല്ലാഹ് ശുറൂതൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തുണ്ട്? ശുറൂത്തുകളുണ്ട്. ആരാണ് പറയുന്നത്? താബിഈയായ ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ്. അപ്പോൾ പണ്ഡിതന്മാർ ഇത് മുൻപേ സൂചിപ്പിച്ച കാര്യമാണ്. പൂർവ്വസൂരികളായ സലഫുകൾ അവർ ഇത് മുൻപേ രേഖപ്പെടുത്തിയതാണ്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധനകളെ ശുറൂത്ത് എന്ന് പറയാറുണ്ട്. ചില പണ്ഡിതന്മാർ ഖുയൂദ് എന്ന് പറയും. അതല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ ഹുഖൂഖ്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് നൽകേണ്ട അവകാശങ്ങൾ എന്ന നിലക്കും ഇതിനെ സൂചിപ്പിച്ചതായി കാണാം. അതുപോലെ ഇമാം ഹസനുൽ ബസ്രിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന മറ്റൊരു സംഭവമാണ്, ചില ആളുകൾ ഇമാം ഹസനുൽ ബസ്രിയുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ഇന്ന നാസൻ യഖൂലൂൻ, ചില ആളുകൾ പറയുന്നുണ്ട്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, പ്രഖ്യാപിച്ചാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും എന്ന് പല ആളുകളും ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നാവ് കൊണ്ട് അത് പ്രഖ്യാപിക്കുകയും ചെയ്യുകയും ഫഅദ്ദാ ഹഖ്ഖഹ വഫർളഹ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് നൽകേണ്ട ചില അവകാശങ്ങളും കടമകളും ഒക്കെയുണ്ട്, അത് നിറവേറ്റുകയും ചെയ്താൽ അവൻ സ്വർഗ്ഗത്തിൽ പോകും. അപ്പോൾ കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ രക്ഷപ്പെടും എന്നാരും പറഞ്ഞിട്ടില്ല. മറിച്ച് എന്താണ്? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകണമെങ്കിൽ നമ്മിൽ ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനാണ് എന്ത് പറയുന്നത്? ശുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഈ ഷർത്തുകൾ എവിടെ നിന്നാണ് നമുക്ക് ലഭിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ എണ്ണി പഠിപ്പിച്ചിട്ടുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകൾ ഇന്നതാണ്, 7 എണ്ണമാണ്. ഒന്നാമത്തേത് അൽ ഇൽമു, രണ്ടാമത്തേത് അൽ യഖീൻ. ഇങ്ങനെ എണ്ണി പഠിപ്പിച്ചിട്ടില്ല. അത് നിസ്കാരത്തിന്റെ ഷർത്തുകളും അങ്ങനെയാണ്. നിസ്കാരത്തിന്റെ ഷർത്തുകൾ നമ്മൾ പഠിക്കാറുണ്ട്. അതുപോലെ നിസ്കാരത്തിന്റെ റുക്നുകൾ നമ്മൾ പഠിക്കാറുണ്ട്. ഇതൊക്കെ പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ, അഇമ്മത്തുകൾ
അത് കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്നതിന് വേണ്ടി ക്രോഡീകരിച്ചതാണ്. എങ്ങനെയാണ് അവർ ക്രോഡീകരിച്ചത്? അവർ സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയതല്ല, മറിച്ച് ദീനിന്റെ വിഷയത്തിൽ അങ്ങേയറ്റം അറിവുള്ള ആഴത്തിൽ വിജ്ഞാനമുള്ള പണ്ഡിതന്മാർ അവർ ഖുർആനും ഹദീസും ഒക്കെ വിശദമായി പഠിച്ച് അത് അന്വേഷിച്ച് അതിൽ നിന്ന് കണ്ടെത്തിയ നിബന്ധനകളാണെന്ത് ഈ നിബന്ധനകൾ. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ എന്ത് പറയും? ലാ ഇലാഹ ഇല്ലല്ലാഹ് 7 നിബന്ധനയാണ്. ചില പണ്ഡിതന്മാർ 8 നിബന്ധന എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ്? ചില പണ്ഡിതന്മാരുടെ പഠനത്തിൽ ഒന്നുകൂടി കൂടുതലായി ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധനകൾ അത് എല്ലാ വിഷയത്തിലും അങ്ങനെയാണ്. നിസ്കാരത്തിന്റെ ഷർത്തുകൾ അത് എല്ലാ മദ്ഹബിലും ഒരുപോലെയാകണമെന്നില്ല. ചിലതിൽ 14 എണ്ണം, ചിലതിൽ 10 എണ്ണം. അത് വ്യത്യാസപ്പെടുന്നത് എങ്ങനെയാണ്? അവർ ഓരോരുത്തരും തെളിവുകൾ അത് നോക്കിയിട്ട് അതിൽ നിന്ന് നിർദ്ധാരണം ചെയ്യുന്നതാണെന്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ശുറൂത്തുകളും റുക്നുകളും ഒക്കെ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്തുകൾ 7 എണ്ണമാണ്. ഇമാം ഹാഫിദ് അൽ ഹകമി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഒരു കവിതയുണ്ട്, സുല്ലമുൽ വുസൂൽ, അഖീദയുടെ വിശ്വാസ കാര്യങ്ങൾ വിശദീകരിക്കുന്ന മനോഹരമായ കവിതയാണ്. അതിൽ അദ്ദേഹം പറയുകയാണ്, വബിശുറൂത്തിൻ സബ്അത്തിൻ ഖദ് ഖുയ്യിദത് വഫീ നുസൂസിൽ വഹി ഹഖ്ഖൻ വാറദത്. 7 ഷർത്തുകൾ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കലിമത്തു തൗഹീദ് അത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അത് പ്രമാണങ്ങളിൽ, വഹീന്റെ പ്രമാണങ്ങളിൽ, അധ്യാപനങ്ങളിൽ അത് സത്യമായും അത് വന്നിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫഇന്നഹു ലം യൻതഫിഅ ഖായിലുഹാ ബിന്നുത്ഖി ഇല്ലാ ഹൈസു യസ്തക്മിലുഹാ. അത് ഉച്ചരിക്കുന്നവൻ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവന് ആ നിബന്ധനകൾ പൂർണ്ണമായി അത് പാലിച്ചാൽ മാത്രമേ അവന്റെ ആ ഉച്ചാരണം, അവന്റെ ആ പ്രഖ്യാപനം കൊണ്ട് അവന് ഉപകാരമുണ്ടാവുകയുള്ളൂ, പ്രയോജനമുണ്ടാവുകയുള്ളൂ. ആ 7 നിബന്ധനകളും എന്താക്കണം? പൂർത്തിയായി അത് പാലിക്കണം. അപ്പോൾ മാത്രമേ നിബന്ധനകൾ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധനകൾ ഇങ്ങനെ എണ്ണി പഠിക്കുക എന്ന് മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ എന്താക്കുക? നോക്കുക. അപ്പോ ചില ആളുകൾ അവർ ഇതൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അവർ ഉൾക്കൊള്ളുന്നുണ്ടാവും. അത് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ പ്രഥമമായും നോക്കേണ്ടത്. എന്നാൽ പഠിക്കാൻ പറ്റുന്ന ആളുകൾ, ചെറുപ്പത്തിൽ വളർന്നു വരുന്ന കുട്ടികളൊക്കെ നമുക്ക് എന്താണ് ഇത് പഠിപ്പിച്ചു കൊടുക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകൾ, നിബന്ധനകൾ ഏതൊക്കെയാണത്? ഇമാം അവറുകൾ പറയുന്നു, അൽ ഇൽമു വൽ യഖീനു വൽ ഖബൂലു വൽ ഇൻഖിയാദു ഫദ്രി മാ അഖൂലു വസ്സിദ്ഖു വൽ ഇഖ്ലാസു വൽ മഹബ്ബ വഫഖക അല്ലാഹു ലിമാ അഹബ്ബ. ഈ 7 നിബന്ധനകളാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇൻഷാ അല്ലാഹ് ഓരോന്നായി വിശദമായി നമ്മൾ പറയുന്നതാണ്. ചില പണ്ഡിതന്മാർ ഒരൊറ്റ വരിയിൽ ഈ 7 നിബന്ധനകളെയും അവർ കവിതയായി കോർത്തിണക്കിയതായി കാണാം. അവിടുന്ന് പറഞ്ഞു, ഇൽമുൻ യഖീനുൻ വ ഇഖ്ലാസുൻ വ സിദ്ഖുക മഹബ്ബതൻ വ ഇൻഖിയാദുൻ വൽ ഖബൂലു ലഹാ. ഈ 7 നിബന്ധനകൾ അതിന്റെ വിശദീകരണമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാനിരിക്കുന്നത്. ഒന്നാമത്തേത് അൽ ഇൽം, അറിവുണ്ടായിരിക്കുക എന്നതാണ്. ഇൽമിന്റെ നേർ വിപരീതമാണെന്ത്? അൽ ജഹ്ലു. അപ്പോൾ അൽ ഇൽമു ബിമഅനാഹ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഅന പഠിക്കണം. നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നാമത്തെ നിബന്ധന. എന്താണ്? അൽ ഇൽമു ബിമഅനാഹ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം പഠിക്കുക. എന്താണ് അർത്ഥം? ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ റുക്ന് പഠിക്കുക, അന്നഫി വൽ ഇസ്ബാത്ത്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്ത് എന്ന് പറയുന്നത്. ഒന്നാമത്തേത് അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥവും അതിന്റെ താല്പര്യവും അതിന്റെ ആശയവും എന്താണ് എന്ന് നമ്മൾ അജ്ഞതയില്ലാത്ത വിധം, ജഹ്ലില്ലാത്ത വിധം, ആ ജഹ്ലിനെ നിരാകരിക്കുന്ന വിധം നമ്മളത് പഠിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മോട് കൽപ്പിച്ച കാര്യമാണ്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞതായി കാണാം, ഫഅലമു അന്നമാ ഉൻസില ബിഇൽമില്ലാഹ്. അള്ളാഹുവിന്റെ അറിവോടുകൂടിയാണിത് ഖുർആൻ അവതരിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ വഅല്ലാ ഇലാഹ ഇല്ലാ ഹുവ, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് നിങ്ങൾ ഫഅലമു, നിങ്ങൾ എന്താക്കുക? പഠിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച കാര്യമാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണമെന്ന് പറഞ്ഞാൽ അതിങ്ങനെ പറയാൻ അറിയുക എന്നല്ല, അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ താല്പര്യം എന്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ റുക്നുകൾ എന്താണ്, അതൊക്കെ നമ്മൾ മുൻപ് സൂചിപ്പിച്ചു. ഈ കാര്യങ്ങളൊക്കെ എന്താക്കണം? നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധനയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയോട് കൽപ്പിക്കുകയാണ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ പഠിക്കണം. നബിയോട് പറയാം, താങ്കൾ പഠിക്കണം, അറിയണം, മനസ്സിലാക്കണം. എന്താണ് മനസ്സിലാക്കേണ്ട കാര്യം? ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ഇത് നബിയോടുള്ള കൽപ്പനയാണെങ്കിലും അത് നബിയുടെ ഉമ്മത്തിനോടും കൂടിയുള്ള കൽപ്പനയാണ്. ഇത് പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായിരിക്കണം. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ജഹലില്ലാത്ത വിധം, അജ്ഞതയില്ലാത്ത വിധം നാം ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന് ധാരാളം തെളിവുകൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കിതാബു തൗഹീദിൽ സൂചിപ്പിച്ച ഒരു ഹദീസാണ് മഹാനായ ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസ്. എന്താണ്? മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. ആരെങ്കിലും സാക്ഷ്യം വഹിക്കുകയാണ്. എന്താണ് സാക്ഷ്യം വഹിക്കുന്നത്? അല്ലാഹു അല്ലാതെ
ആരാധനക്കർഹനായി മറ്റാരുമില്ല, അള്ളാഹു ഏകനാണ്, അവന് പങ്കുകാരില്ല എന്നാരെങ്കിലും സാക്ഷ്യം വഹിച്ചാൽ, എന്നിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അവസാനം പറഞ്ഞു അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അള്ളാഹു അവന്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. ഇവിടെ എന്താണ് പറയുന്നത്? മൻ ഷഹിദ, സാക്ഷ്യം വഹിച്ചാൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഒരു കാര്യത്തിന് സാക്ഷ്യം വഹിച്ചു എന്നപ്പോഴാണ് പറയാ ആ കാര്യത്തെക്കുറിച്ച് ഇൽമുണ്ടാവണം, അറിവുള്ള കാര്യത്തിനെ സാക്ഷ്യം വഹിച്ചു എന്ന് പറയുള്ളൂ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് സാക്ഷ്യം വഹിച്ചു എന്ന് പറയുന്ന ഹദീസുകൾ അതൊക്കെ എന്തിനുള്ള തെളിവാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞുകൊണ്ട് സാക്ഷ്യം വഹിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിബന്ധനയിൽപ്പെട്ടതാണത് അൽ ഇൽമു, അത് അതിന്റെ അർത്ഥവും ആശയവും ഒക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളത്. അതല്ലാതെ കേവലം നാവ് കൊണ്ട് ഉച്ചരിച്ചാൽ മാത്രം അത് യാതൊരു ഉപകാരവും നമുക്ക് നേടിത്തരുന്നതല്ല. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞുകൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒന്നാമത്തെ നിബന്ധനയാണ് അൽ ഇൽം, ഇൽമുണ്ടായിരിക്കുക, അറിവുണ്ടായിരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥത്തെക്കുറിച്ച്, ആശയത്തെക്കുറിച്ച് വ്യക്തമായ ജഹലില്ലാത്ത വിധം, അജ്ഞതയില്ലാത്ത വിധം അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞുകൊണ്ടാണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ അവരെന്താണ് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അപ്പോൾ അവിടെ പ്രത്യേകം എടുത്തു പറയുകയാണ്, ഇൽമുണ്ടായിരിക്കണം, അതൊരു നിബന്ധനയായി, അത് ഉപകാരപ്പെടാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകാരപ്പെടാനുള്ള ഒരു കാര്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ നിബന്ധനയാണ് അൽ യഖീൻ. യഖീൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ സംശയലേശമന്യേ ദൃഢമായി വിശ്വസിക്കുക, അതിനാണ് പറയാ അൽ യഖീൻ എന്ന് പറയുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റാണ്, വിപരീതമാണ് അശ്ശക്കു, സംശയം എന്ന് പറയുന്നത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിച്ച ആളുകൾ അവർക്ക് എന്തുണ്ടാവണം? യഖീൻ ഉണ്ടായിരിക്കണം. എന്താണ് യഖീൻ ഉണ്ടാവേണ്ടത്? ആരാധിക്കപ്പെടാൻ അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല, അത് ഉറപ്പാണ്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അവർ ഇബാദത്ത് നൽകപ്പെടാൻ അർഹരല്ല, അവർ ബാത്തിലാണ്, അത്തരത്തിലുള്ള മഅബൂദാത്തുകൾ അവർ നിരർത്ഥകമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കണം. അതിൽ എന്തുണ്ടാകാൻ പാടില്ല? സംശയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഈ സംശയങ്ങൾ ഉണ്ടാവുന്നത് അത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പരിചയപ്പെടുത്തിയത് ആരുടെ സ്വഭാവമായിട്ടാണ്? മുനാഫിക്കുകളുടെ, അതുപോലെ കാഫിറുകളുടെ, സത്യനിഷേധികളുടെ സ്വഭാവമായി അള്ളാഹു പറഞ്ഞ കാര്യമാണ്. അവർ സംശയാലുക്കളാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു മുനാഫിക്കുകളെ കുറിച്ച് പറയവേ അവരുടെ ചില ഗുണങ്ങൾ, അവരുടെ ചില വിശേഷണങ്ങൾ പറയുന്നു. എങ്ങനെയാണ്? ലാ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിറ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും, അതുപോലെ തന്നെ വർതാബത് ഖുലൂബുഹും ഫഹും ഫീ റൈബിഹിം യതറദ്ദദൂൻ, മനസ്സുകളിൽ സംശയങ്ങൾ കുടികൊള്ളുകയും ചെയ്തവരാണ് ആര്? മുനാഫിക്കുകളായ ആളുകൾ. അവർ ആ സംശയത്തിൽ ഇങ്ങനെ ആടിക്കളിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. അതുപോലെ ബഹുദൈവ ആരാധകരെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, ബൽ ഹും ഫീ ശക്കിൻ യൽഅബൂൻ, അവർ സംശയത്തിൽ കളിക്കുന്ന ആളുകളാണ്, സംശയത്തിൽ അവർ കളിക്കുകയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു മറ്റൊരായത്തിൽ കാണാം, ബൽ ഹും ഫീ ശക്കിൻ മിൻ ദിക്രി, എന്റെ ദിക്റിനെ പറ്റി, എന്റെ ഉത്ബോധനത്തെ പറ്റി, അതിനെക്കുറിച്ച് തന്നെ അവർ സംശയത്തിലാകുന്നു എന്ന് സത്യനിഷേധികളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. അപ്പോൾ യഖീൻ ഉണ്ടായിരിക്കണം, അതാണ് രണ്ടാമത്തെ നിബന്ധന. അപ്പോൾ ഉറച്ച വിശ്വാസം, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഇബാദത്തിന് അർഹൻ എന്ന് നമ്മുടെ ഹൃദയത്തിൽ ഉറച്ച വിശ്വാസം ഉണ്ടാകണം. അതാരുടെ ഗുണമാണ്? മുഅ്മിനീങ്ങളുടെ ഗുണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. മുഅ്മിനീങ്ങളെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നു, ഇന്നമൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ അവർ ആര് മാത്രമാണ്? അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുകയും, സുമ്മ ലം യർതാബു, പിന്നീട് സംശയിക്കാതിരിക്കുകയും ചെയ്ത ആളുകൾ, അവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ എന്നാണ് അല്ലാഹു പറയുന്നത്. അപ്പോൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുക, ഈമാൻ ഉണ്ടായിരിക്കുക, ആ ഈമാനിന്റെ അടിസ്ഥാനമാണ് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുണ്ടായിരിക്കുകയും പിന്നീട് അതിൽ സംശയിക്കാതിരിക്കുകയും ചെയ്ത അവരാണ് സത്യവിശ്വാസികൾ, അവരാണ് മുഅ്മിനീങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ നിബന്ധനയ്ക്കുള്ള ധാരാളം തെളിവുകൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഫമൻ ലഖീത മിൻ വറാഇ ഹാദൽ ഹായിഖ് യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുസ്തൈഖിനൻ ബിഹാ ഖൽബുഹു ഫബശ്ശിർഹു ബിൽ ജന്ന. അബൂ ഹുറൈറയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, താങ്കൾ ഈ മദിലിനപ്പുറം അല്ലെങ്കിൽ ഈ തോട്ടത്തിനപ്പുറത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഹൃദയത്തിൽ ദൃഢമായി വിശ്വസിക്കുന്ന, അതിന് സാക്ഷ്യം വഹിക്കുന്ന ആളുകൾ,
അത്തരത്തിലുള്ള ആളുകളെ കണ്ടാൽ അവർക്ക് സ്വർഗം കൊണ്ട് താങ്കൾ സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക. റസൂൽ അവിടെ പറഞ്ഞത് എന്താണ്? മുസ്തൈഖിനൻ ബിഹാ ഖൽബു, ഹൃദയത്തിൽ എന്തുണ്ടായിരിക്കണം? ദൃഢമായ വിശ്വാസം ഉണ്ടാവണം. അപ്പോൾ കേവലം നാവ് കൊണ്ട് ഉച്ചരിച്ചാൽ പോരാ, അതിൽ ദൃഢമായ വിശ്വാസം ഉണ്ടാകണം. അതാണ് രണ്ടാമത്തെ നിബന്ധന. മറ്റൊരു ഹദീസിൽ റസൂൽ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ് ലാ യൽഖല്ലാഹു ബിഹിമാ അബ്ദുൻ ഗൈറു ശാക്കിൻ. നമ്മൾ പറഞ്ഞു യഖീനിന്റെ നേരെ വിപരീതമാണെന്ന് ശക്ക് എന്ന് പറയുന്നത്. റസൂൽ പറയുകയാണ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് ആരെങ്കിലും യാതൊരു സന്ദേഹവുമില്ലാതെ യാതൊരു സംശയവുമില്ലാതെ ആരെങ്കിലും അത് പ്രഖ്യാപിച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഇല്ലാ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅസഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ജനങ്ങളിലേക്ക് നിയോഗിച്ചു, ജനങ്ങളിലേക്ക് പറഞ്ഞയക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇദ്ഹബ് ഫനാജി ഫിന്നാസ്, നീ ജനങ്ങളുടെ അടുക്കൽ പോയി അവരോട് താങ്കൾ പ്രഖ്യാപിക്കാൻ വേണ്ടി താങ്കൾ പറഞ്ഞുകൊള്ളുക, കൽപ്പിച്ചുകൊള്ളുക, അന്ന മൻ ശഹിദ ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂഖിനൻ ഔ മുഖ്ലിസൻ ഫലഹുൽ ജന്ന, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് യഖീനോടുകൂടി ദൃഢവിശ്വാസത്തോടുകൂടി ഇഖ്ലാസോടുകൂടി ആരെങ്കിലും അതിന് സാക്ഷ്യം വഹിച്ചാൽ അവന് സ്വർഗ്ഗമുണ്ട് എന്ന് താങ്കൾ ജനങ്ങളുടെ അടുക്കൽ പോയി അത് പറഞ്ഞുകൊള്ളുക, പ്രഖ്യാപിച്ചുകൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനോട് അവിടുന്ന് പറഞ്ഞതായി കാണാം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം, ഇന്നി ലഅഅലമു കലിമതൻ, റസൂലുള്ളാഹി പറയുന്നു, എനിക്കൊരു വാക്കറിയാം, എനിക്കൊരു വാചകമറിയാം, ലാ യഖൂലുഹാ അബ്ദുൻ ഹഖ്ഖൻ മിൻ ഖൽബിഹി, ഒരടിമ ആ വാചകം അവന്റെ ഹൃദയത്തിൽ നിന്ന് യഥാവിധം അത് പറയുകയാണെങ്കിൽ, അപ്പോൾ ഹൃദയത്തിൽ നിന്ന് യഥാവിധം അത് പറയുക എന്ന് പറഞ്ഞാൽ സംശയമില്ലാതെ ദൃഢമായി ആരെങ്കിലും ഒരടിമ അത് പറയുകയാണെങ്കിൽ, എന്നിട്ടോ ഫയമൂതു അലാ ദാലിക്, പറഞ്ഞാൽ മാത്രം പോരാ, ആ അവസ്ഥയിലായിട്ടാണ് അവൻ മരണപ്പെടുന്നത്, അതിലായിട്ടാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ ഇല്ലാ ഹുരിമ അലന്നാർ, അവന്റെ മേൽ നരകം നിഷിദ്ധമാക്കപ്പെടുന്നതാണ്. ഏതാണ് ആ വാക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ സ്വീകരിക്കപ്പെടാനുള്ള രണ്ടാമത്തെ നിബന്ധനയാണ് അൽ യഖീൻ, ദൃഢമായ വിശ്വാസം ഉണ്ടായിരിക്കണം. സംശയത്തെ അതിനെ നിരാകരിക്കുന്ന തരത്തിലുള്ള ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ദൃഢമായ വിശ്വാസമുള്ളവരാണ് ആര്? മുഅ്മിനീങ്ങൾ. സംശയാലുക്കളാണ് കാഫിറുകളും അതുപോലെ മുനാഫിക്കുകളായ ആളുകളും. അവരവരുടെ വിശ്വാസത്തിൽ സംശയത്തിലുള്ള ആളുകളാണ്. മൂന്നാമത്തെ നിബന്ധനയാണ് അൽ ഇഖ്ലാസ്. അൽ ഇഖ്ലാസ്, ഇഖ്ലാസ് എന്ന് പറയുമ്പോൾ അറബി ഭാഷയിൽ നമുക്കറിയാം, നമ്മൾ പലതവണ കേട്ട വാക്കായിരിക്കും. നിഷ്കളങ്കത എന്നാണ് നമ്മൾ അർത്ഥം പറയാറുള്ളത്. അഥവാ സംശുദ്ധമായത്, തെളിഞ്ഞത്, കലർപ്പില്ലാത്തത്, അതിനാണ് എന്ത് പറയാ? ഇഖ്ലാസ് എന്ന് പറയാം. അതിന്റെ നേർ വിപരീതമാണത് അശ്ശിർക്ക്, കൂടിച്ചേർന്നത്. അപ്പോൾ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചത് ഇഖ്ലാസോടുകൂടിയായിരിക്കണം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശുറൂത്തുകൾ പഠിക്കുന്ന സന്ദർഭത്തിൽ അവൻ ഇഖ്ലാസോടുകൂടിയായിരിക്കണം അത് പറയേണ്ടത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചതിന് പിന്നിൽ അവന് ഭൗതികമായ മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചത് അതൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ്, അതല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ അവരുടെ സമ്പത്ത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളുകളുണ്ട്. എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകൾ, അതവർക്ക് എന്തില്ല? ഒരു ഉപകാരവും സമ്മാനിക്കുകയില്ല. അപ്പോൾ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇഖ്ലാസ് എന്ന വാക്ക് നമ്മൾ പലതവണ കേട്ടതാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇഖ്ലാസ് എന്ന വാക്കിന്റെ അതിന്റെ അർത്ഥം നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്ന രൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു അവിടുന്ന് പറഞ്ഞതായി കാണാം, വ ഇന്ന ലക്കും ഫിൽ അൻആമി ലഇബ്റ, കാലികളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? ഒരു പാഠമുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആ കാലികൾ അവയുടെ ഉദരങ്ങളിൽ നിന്ന് വരുന്ന പാലുണ്ട്, ശുദ്ധമായ പാല്, അതിനെക്കുറിച്ച് അല്ലാഹു പറയുകയാണ്, മിൻ ബൈനി ഫർസിൻ വദമിൻ, ചാണകത്തിന്റെയും രക്തത്തിന്റെയും ഇടയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ലബനൻ ഖാലിസൻ, ശുദ്ധമായ പാല്. ഇവിടെ പാലിനെ അല്ലാഹു വിശേഷിപ്പിച്ചത് എന്താണ്? ഖാലിസ്, ശുദ്ധമായത്, തെളിഞ്ഞത്, തെളിമയാറുന്നത്, സംശുദ്ധമായത്. അതാണെന്ത്? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിരിക്കുന്നത് ഇഖ്ലാസോട് കൂടിയായിരിക്കണം. അതിൽ എന്തുണ്ടാകാൻ പാടില്ല? മറ്റ് ദുനിയാവിന്റെ നേട്ടങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അതൊരു വ്യക്തിക്ക് യാതൊരു നേട്ടവും
സമ്മാനിക്കുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഖുദ്സിയായ ഒരു ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, അന അഗ്ന ശുറകാഇ അനി ശിർക്ക്. എന്നിൽ പങ്കു ചേർക്കുന്ന ആളുകൾ അവരുടെ ശിർക്കിൽ നിന്നും ഞാൻ ജന്യനാണ്. ഒരാൾ ഒരു പ്രവർത്തനം ചെയ്തു, അതിൽ അള്ളാഹുവോടൊപ്പം എന്നോടൊപ്പം മറ്റുള്ളവരെ അവൻ പങ്കു ചേർത്താൽ അവനെയും അവന്റെ പ്രവർത്തനത്തെയും ഞാൻ തള്ളിക്കളയുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് ഇത്തരത്തിൽ ശിർക്കുമായിട്ടാണെങ്കിലോ, അഥവാ അത് പറയുന്നതിന് പിന്നിൽ ദുനിയാവിന്റെ നേട്ടങ്ങൾ, ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണം, അതല്ലെങ്കിൽ മറ്റു ദുനിയാവിന്റെ കച്ചവടത്തിന് വേണ്ടിയൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളുകളുണ്ട്. അതെന്തല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ ഈ ഒരു കാര്യം, ഇഖ്ലാസിന്റെ കാര്യം അല്ലാഹു പലതവണ ആവർത്തിച്ച് പറഞ്ഞതായി കാണാം. അവിടുന്ന് പറയുന്നു, ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. ദീൻ അത് അല്ലാഹുവിന് മാത്രമാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. എന്നിട്ട് വീണ്ടും തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയുകയാണ്, അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ്. അറിയുക, അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണത് നിഷ്കളങ്കമായ കീഴ്വണക്കം എന്നത്. അത് അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യമാണ്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരണാസന്നനായി കിടക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇക്ഷിഫു അന്നി സിജ്ഫൽ ഖുബ്ബ. അദ്ദേഹത്തിന്റെ വീടിന്റെ മേൽക്കൂരയിലുള്ള ആ വിരിപ്പ് നീക്കാൻ വേണ്ടി അദ്ദേഹം പറയുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറയുന്നു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി പറയുകയാണ്, മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ മിൻ ഖൽബിഹി ദഖലൽ ജന്ന. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യവചനം അത് നിഷ്കളങ്കമായി, ഹൃദയത്തിൽ നിന്നും നിഷ്കളങ്കമായിട്ടാണ് അവൻ അത് പറയുന്നതെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി പറയുകയാണ്. അപ്പോൾ കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുമെന്നല്ല, അതിന്റെ ഒരു നിബന്ധന റസൂലുള്ളാഹി അതിന്റെ കൂടെ ചേർത്ത് പറയുകയാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായി കാണാം. റസൂലുള്ളാഹി പറഞ്ഞു, അസ്അദുൻ നാസി ബിശഫാഅതി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ എന്റെ ശഫാഅത്ത് ലഭിക്കാൻ ഏറ്റവും ഭാഗ്യം ലഭിച്ച ആളുകൾ അവരാരാണ്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഹൃദയത്തിൽ നിന്ന് നിഷ്കളങ്കമായി പ്രഖ്യാപിച്ച ആളുകൾ, അവർക്കാണ് അതിന് എന്റെ ശുപാർശ ലഭിക്കാൻ ഏറ്റവും ഭാഗ്യം ലഭിച്ചവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ മഹാനായ ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഇന്നല്ലാഹ ഹറമ അലൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. റസൂലുള്ളാഹി പറയുകയാണ്, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച്, അല്ലാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മുഖം ദർശിക്കണം എന്നത് മാത്രമാണ് അവന്റെ ലക്ഷ്യം. ആ ഉദ്ദേശത്തോടു കൂടി ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ അവരുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം നിഷിദ്ധമാക്കിയിരിക്കുന്നു. അപ്പോൾ അല്ലാഹുവിനെ മാത്രം ലക്ഷ്യം വെക്കുക, അതാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 നിബന്ധനകളാണ് നമുക്കിന്ന് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി വരുന്ന 4 നിബന്ധനകളെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പഠിച്ച നിബന്ധനകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് അൽ ഇൽം, ഇൽമുണ്ടായിരിക്കണം. അതിന്റെ വിപരീതമാണ് അൽ ജഹൽ, അജ്ഞതയില്ലാത്ത വിധം ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പഠിക്കണം. അത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തുടക്കത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതിന്റെ അർത്ഥവും അതിന്റെ റുക്നുകളും അത് വ്യക്തമായി നമ്മൾ പഠിച്ചിരിക്കണം. രണ്ടാമത്തേതാണ് അൽ യഖീൻ. യഖീനിന്റെ നേർ വിപരീതമാണ് അശ്ശക്കു, സംശയമില്ലാത്ത വിധം ദൃഢമായ വിശ്വാസം ഉണ്ടായിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച്. അല്ലാഹു മാത്രമാണ് ഇബാദത്തിന് അർഹൻ. അത് നമ്മുടെ ഹൃദയത്തിൽ ദൃഢമായി ഉണ്ടായിരിക്കണം, സംശയം ഉണ്ടാകാൻ പാടില്ല. മൂന്നാമത്തെ നിബന്ധനയാണ് അൽ ഇഖ്ലാസ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത് അത് അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്. ദുനിയാവിന്റെ മറ്റ് ലക്ഷ്യങ്ങളോ നേട്ടങ്ങളോ ഒന്നും ആഗ്രഹിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർക്ക് അത് ഉപകരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് ബാക്കി വരുന്ന കാര്യങ്ങൾ, നിബന്ധനകൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. പഠിച്ച കാര്യങ്ങൾ അത് പ്രാവർത്തികമാക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.